നമസ്കാരം. ഇന്ന് ഈസ്റ്റർ. എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വളർത്തുനായ അടുത്ത വീട്ടിൽ പോയതിനെ ചൊല്ലിയ തർക്കം ഒടുവിൽ ജീവഹാനിയിലേക്ക്. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. ആശാസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സാറാ ജോസഫ്. ന്യായമായ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് സാറാ ജോസഫ്. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. വാർത്തകൾ വിശദമായി. വളർത്തുനായ അടുത്ത വീട്ടിൽ പോയതിനെ ചൊല്ലിയ തർക്കം ഒടുവിൽ ജീവഹാനിയിലേക്ക്. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി. കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം ചേലൈക്കര വീട്ടിൽ ഷിജുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾ വെട്ടേറ്റ് മരിച്ചു. മാരാങ്കോട് ചേരിയേക്കൽ ജോസ് മകൻ ഷിജുവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണിനെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി 10:30 സംഭവം. നിസ്സാര കാര്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സമീപത്തെ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വാഴത്തോട്ടത്തിലെ വാഴകൾ നായകൾ നശിപ്പിച്ചിരുന്നു. നായകളുടെ ഉടമസ്ഥതയെ ചൊല്ലി ഇരുവരും തർക്കമുണ്ടായി. ഇത് പിന്നീട് ഉന്തും തള്ളലിലും കലാശിച്ചു. ഇതിനിടെ അന്തോണി പുല്ലുവെട്ടാൻ ഉപയോഗിക്കുന്ന വാൾ കൊണ്ട് ഷിജുവിനെ വെട്ടി. തലയിലും കഴുത്തിലും ദേഹത്തും വെട്ടേറ്റ ഷിജു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൂലിപ്പണിക്കാരനാണ് മരിച്ച ഷിജു. അവിവാഹിതനായ ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. മീഡിയ ടൈം, ചാലക്കുടി. ആശാസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സാറാ ജോസഫ്. ന്യായമായ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് അവർ ചോദിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വേദിയിലിരിക്കെയാണ് സാറാ ടീച്ചറുടെ രൂക്ഷ വിമർശനം. ഏറ്റവും അടിസ്ഥാന വർഗമാണ് അവിടെ ഇരുന്ന് സമരം ചെയ്തത്. ഇത് പരിഹരിക്കാൻ എന്താണ് പ്രശ്നം? ഇത് ചോദിക്കാൻ, ഇത് ശബ്ദമുയർത്തി ചോദിക്കാൻ പുറത്തുനിന്ന്, പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാവുക എന്നല്ല വേണ്ടത്. പാർട്ടിക്ക് അകത്ത് ആളുകൾ ഉണ്ടാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ ശബ്ദമുയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതുപോലെയുള്ള അടിസ്ഥാന വർഗം സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ബേസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ പ്രവർത്തകരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ത്രീകളുടെ ആവശ്യം ന്യായമായതാണ്. പക്ഷെ തത്ത പറയും പോലെ പറയാൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അവർ അനാവശ്യ സമരം ചെയ്ത് അവർ കേന്ദ്രത്തോട് പോയി സമരം ചെയ്യട്ടെ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവരുടെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിന് പാർട്ടിക്ക് പുറത്തുനിന്ന് ആളുകൾ വേണ്ടിവരുന്നെന്നത് സങ്കടകരമാണെന്ന് സാറാ ജോസഫ് പറഞ്ഞു. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 നോൻപ് പൂർത്തിയാക്കിയ വിശ്വാസികൾക്കിന്ന് ആഘോഷ ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടത്തി മാള കോട്ടക്കൽ ആശ്രമ ഇടവക ദേവാലയം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതും മറ്റും നേരിട്ട് കാണുന്ന രീതിയിലായിരുന്നു ദൃശ്യാവിഷ്കാരം നടത്തിയത്. ആദ്യമായാണ് തങ്ങൾ മനോഹരമായ രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നതെന്ന് ഇടവക വിശ്വാസികൾ പറഞ്ഞു. ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് യുവജന സംഘടനയായ യുവ ചവറ കോട്ടക്കലും അൾത്താര സംഘവും ചേർന്നാണ് ഇടവക വികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളിയുടെയും ആർട്ട് ഡയറക്ടർ ജിൻഡോ കൊടിയന്റെയും നേതൃത്വത്തിൽ പുതുമയാർന്ന ദൃശ്യാവിഷ്കാരം നടത്തിയത്. മാങ്ങ പറിക്കാൻ കയറിയതിനിടയിൽ 55-കാരൻ വഴുതി വീണ് മരിച്ചു. വേളുക്കര പട്ടേപ്പാടം തെരുവിൽ വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. ആളൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഖബറടക്കം ഞായറാഴ്ച രാവിലെ പട്ടേപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വളർത്തുനായ അടുത്ത വീട്ടിൽ പോയതിനെ ചൊല്ലിയ തർക്കം ഒടുവിൽ ജീവഹാനിയിലേക്ക്. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പോലീസ് പിടിയിലായി.
ഭാഷാ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സാറ ജോസഫ്. ന്യായമായ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് സാറ ജോസഫ്. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.